ഹലോ, ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് 3 ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും 2 ടൈപ്പ് ചമ്മന്തിയാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ടൊമാറ്റോ ചട്നിയും അതുപോലെ തന്നെ വൈറ്റ് കളർ എന്ന് പറയുന്നത് കോക്കനട്ട് ചട്നിയും. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി. അപ്പോൾ 3 ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയുമാണ് നമ്മുടെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പാൽ ഉപയോഗിക്കുന്നില്ല, കുറച്ച് ഡേയ്സത്തേന് പാൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് രാവിലെ ചായയായിട്ട് ഒന്നും എടുക്കാത്തത്. അപ്പോൾ സാമ്പാറിലൊക്കെ മുക്കി ചമ്മന്തിയിലൊക്കെ മുക്കി വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലി കഴിക്കുകയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. ആ ചട്നി എന്ന് പറയുന്നത് ആ ഓറഞ്ച് കളർ ചട്നി ഉണ്ടല്ലോ, ആ ടൊമാറ്റോയും അതുപോലെ തന്നെ വത്തൽമുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ചട്നിയാണ്. അതുപോലെ തന്നെ സാമ്പാറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് എൻജോയ് ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചായ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ കാരണം ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് ചായനെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അതിൻ്റെ കൂടെ ചായയും കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടെയൊക്കെ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ പറ്റില്ലല്ലോ. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓറഞ്ച്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. അതിനുശേഷം ഒരു പ്ലംസ്, നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട്, എവിടെയോ ഒരു ചെറിയൊരു പുളിപ്പും പിന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലംസ് എടുത്ത് കഴിച്ചു. അതിനുശേഷം ഞാൻ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ ലഞ്ചിനായിട്ട് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നെത്തോലി ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നെത്തോലി നന്നായിട്ട് കഴുകി അതിലേക്ക് ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനേഗറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെത്തോലി ഫ്രൈ, പിന്നെ ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഇക്കാക്ക് ക്യാബേജ് നമ്മുടെ ചോപ്പറിലിട്ട് അരിയുന്നത് ഇഷ്ടമല്ല, കൈകൊണ്ട് തന്നെ അരിയണം. അപ്പം ക്യാരറ്റ് ബീട്രൂട്ട് അതിനൊന്നും ആ വക പ്രശ്നങ്ങളില്ല. പക്ഷേ ക്യാബേജ് നമ്മൾ ചോപ്പറിൽ ഇട്ട് അരിയുന്നത് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് കൈകൊണ്ട് തന്നെ അരിഞ്ഞത്. പിന്നെ കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ഒരു ഹാഫ് സവോള, അത്രയുമാണ് നമ്മൾ ഒരു സിമ്പിൾ ക്യാബേജ് തോരൻ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് അതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുത്തു. ക്യാബേജ് ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ ബാക്കി കറിവേപ്പിലയും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും എല്ലാം നമ്മൾ ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് അടച്ച് വെച്ച് വേവിക്കും. അങ്ങനെയാണ്. പിന്നെ കുറച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ലാസ്റ്റാണ് ഒരു പിടി തേങ്ങ ചേർക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇക്കാക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ. അപ്പോൾ ഫിഷുകളിൽ സെലക്റ്റഡ് ഫിഷസാണ് കൂട്ടുന്നത്. അപ്പോൾ നെത്തോലി എന്ന് പറയുന്ന ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞൻ മത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെത്തോലി ഞങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പം നെത്തോലി, അപ്പം ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ ഈ നെത്തോലീനെ കൊഴുവ എന്നൊക്കെ പറയും. പിന്നെ കോമണായിട്ട് ഇതിനെ കൂടുതലായിട്ടും നെത്തോലി എന്നായിരിക്കും പറയുന്നത്. പിന്നെ പല പല ജില്ലകളിൽ പല പല പേരുകളായിരിക്കാം. അപ്പോൾ ഫിഷ് എന്താണെങ്കിലും ഞാൻ മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ക്യാബേജിൻ്റെ പരിപാടി നടക്കുകയാണ്. ക്യാബേജ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം വെന്തു, കുറച്ചും കൂടെ വേവായി ആയതിനു ശേഷം ഇനി ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഈ ക്യാബേജൊക്കെ തോരൻ വെക്കുമ്പോൾ ലാസ്റ്റ് തേങ്ങ ഇടുന്നതിനേക്കാളും ആദ്യം തേങ്ങ ഇടുന്നതിനേക്കാളും ലാസ്റ്റ് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയുടെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തോരൻ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനും ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോന്നോരോന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യമായിട്ട് ലഞ്ച് ഒരുപാട് അല്ല, ചെറിയ സിമ്പിളായിട്ട് ഒരു നാടൻ ഉച്ച ഊണ്, തനി കേരള സ്റ്റൈൽ ചോറും കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഫിഷ് എന്താണേലും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തു, എന്താ പറയുക, ചെറുതായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, മീൻ പൊരിക്കുമ്പോഴത്തേനും കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ല് അടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം അതിന് ശേഷം നമ്മുടെ നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഓരോന്നോരോന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആയതിന് ശേഷം നല്ല ക്രഞ്ചി ആയിട്ട് കരിമുരാന്ന് കടിച്ചു കൂട്ടാനായിട്ട് നല്ല രസമാണ് നമ്മുടെ ചോറിനൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കിടന്നൊന്ന് മുറുകട്ടെ. അപ്പോൾ നമ്മുടെ ലഞ്ച് പരിപാടികൾ ഇവിടെ കഴിയുന്നില്ല, ഇനിയും 1-2 കൂട്ടം കാര്യങ്ങളും കൂടെ റെഡിയാക്കാനുണ്ട്. ഇതെന്ന് പറയുന്നത് സൺഡേയിലെ ലഞ്ചാണ്. അപ്പോൾ സൺഡേയിൽ ഞായറാഴ്ച വീട്ടിലെല്ലാവരും കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ തട്ടിക്കൂട്ട് ലഞ്ച് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കറികളൊക്കെ വെച്ചിട്ട്, അതായത് നെത്തോലി ഫ്രൈ, ക്യാബേജ് തോരൻ, പിന്നെ ഒരു സിമ്പിളായിട്ട് മോര് കാച്ചുന്നുണ്ട്, പിന്നെ കുറച്ച് പപ്പടം പൊരിക്കുന്നുണ്ട്, പിന്നെ മുട്ട പൊരിക്കുന്നുണ്ട്, പിന്നെ അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, അതെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ആകുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഊണാകും. അപ്പോൾ നമ്മുടെ നെത്തോലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പാനിൽ നിന്ന് മാറ്റാറുള്ള ഒരു പരുവമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ അതും ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, കുറച്ച് ഉലുവായും പൊട്ടിച്ചു, അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, അങ്ങനെ കറിവേപ്പില, വറ്റൽമുളക്, ആ വക ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു സിമ്പിൾ മോര് കാച്ചിയത്, ഭയങ്കര റിച്ചായിട്ട് ഹെവി ആയിട്ടുള്ള മോര് കാച്ചിയതല്ല, ഒരു പാവം ഒരു തനി നാടൻ മോര് കാച്ചിയതാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. മീൻ പൊരിച്ചതും മോര് കാച്ചിയതും എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കിടന്ന് വഴലണം. ഇത് വഴണ്ടാലാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടു. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേനും മിക്സിയുടെ ജാറിൽ ഞാൻ കുറച്ച് കട്ട തൈര് നന്നായിട്ട് വെള്ളവും ചേർത്ത് ലൂസായിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ അത് ഞാനിതാ ചട്ടിയിലേക്ക് ഒഴിച്ചു. ഞാൻ ഫ്ലെയിം ഓഫാക്കി. അപ്പം എന്ന് വെച്ചാൽ മോര് കാച്ചുമ്പോഴത്തേനും തിളയ്ക്കുമ്പോഴത്തേനും വേറെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ചട്ടിയുടെ ആ ഒരു ഹീറ്റ് അടിച്ചിട്ട് ചൂടായിക്കോളും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സംഭവം റെഡിയായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് 4-മതായിട്ട് ഞാൻ റെഡിയാക്കുന്നത് എഗ് ഓംലെറ്റാണ്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തു, നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത് 2 മുട്ടയാണ്. അപ്പോൾ സെപ്പറേറ്റ് മുട്ട പൊരിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് വലുതായിട്ട് മുട്ട പൊരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതിയല്ലോ, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ നല്ല അടിപൊളി ഒരു എഗ് ഓംലെറ്റും റെഡിയാക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാവം തനി നാടൻ ഉച്ചയൂണാണ്. അപ്പോൾ ക്യാബേജ് തോരനായിട്ടും നെത്തോലി ഫ്രൈ ആയിട്ടും നല്ല അടിപൊളി ഒരു തനി നാടൻ മോര് കാച്ചിയതും മുട്ട പൊരിച്ചതും ഓക്കെ, അച്ചാറ്, ചമ്മന്തിപ്പൊടി എല്ലാം നമുക്ക്, പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്കുണ്ടല്ലോ. നമ്മുടെ മുട്ടയും നല്ല അടിപൊളിയായിട്ട്, നല്ല എഗ് ഓംലെറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വൻപയർ മെഴുക്ക് പുരട്ടി, വളരെ കുറച്ച് വൻപയർ മെഴുക്ക് പുരട്ടിയുണ്ട്. അപ്പം മോര് കാച്ചിയതിന് നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മുടെ വൻപയർ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത്. അപ്പം അതും ഞാനിതാ കിച്ചണിൽ ചൂടാക്കുന്നതേ ഉള്ളൂ, അതും ഒന്ന് റെഡിയാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടേബിളിൽ സെർവ് ചെയ്തു. നമ്മുടെ നെത്തോലി ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ, ഇതൊരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല കാച്ചിയ മോര്, നല്ല വത്തൽമുളകും അതുപോലെ തന്നെ കടുകും ഉലുവായും ഒക്കെ പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ട് നല്ല അടിപൊളി കാച്ചിയ മോര്. പിന്നെ ക്യാബേജ് തോരൻ ഇക്കാടെയൊക്കെ ഫേവറേറ്റാണ്. സാറാക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്ര ക്യാബേജ് ലവറല്ല, എങ്കിലും എനിക്ക് ആ വൻപയറും മോര് കാച്ചിയതും മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കിത് തന്നെ അടിപൊളിയാണ്. നല്ല അടിപൊളി സിമ്പിൾ തനി നാടൻ ഉച്ചയൂണ്.
അപ്പോൾ അതാ മോര് കാച്ചിയത് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മോര് കാച്ചിയത് എൻ്റെ അടുത്തേക്ക് മാറ്റിയതാണ്. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ചൂട് ചോറ്, ഒരു പിടി ചോറ് എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് നെത്തോലി ഫ്രൈ വെച്ചു, നെത്തോലി ഫ്രൈ ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാബേജ് തോരൻ, പിന്നെന്താ മോര് കാച്ചിയത്, അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് എല്ലാം കൂടി ചേർത്തിട്ട് വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വൻപയറും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ അച്ചാർ, അതുപോലെ തന്നെ പപ്പടം, ചമ്മന്തിപ്പൊടി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്കിത് ധാരാളം ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് എടുത്ത് കൂട്ടിയില്ല. എനിക്ക് ഈ മോര് കാച്ചിയതും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ക്യാബേജ് തോരൻ അത്ര ഇഷ്ടമല്ല എങ്കിലും ഞാൻ തോരൻ വെജിറ്റബിളായിട്ട് എന്തെങ്കിലും എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഉച്ച ഊണ്. അപ്പോൾ എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് എൻ്റെ ലഞ്ച് കഴിക്കട്ടെ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നെത്തലി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൈ ചെയ്തു. അപ്പോൾ കടിക്കുമ്പോഴത്തേന് നല്ലൊരു ക്രിസ്പിനെസ്, നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി കിരികിരാന്നുള്ള ഒരു സൗണ്ടൊക്കെ കേട്ട് അതൊരു അത്ര ടേസ്റ്റാണ്. അപ്പോൾ മോര് കുറച്ച് കൂടുതൽ നന്നായിട്ട് എടുത്തൊഴിച്ചു. എനിക്ക് മോരിങ്ങനെ നല്ല ലൂസായിട്ട് കാച്ചുന്ന മോര് കാച്ചുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്ന് നല്ല ലൂസായിട്ട് നല്ല ഒഴുകി നടക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ് ഇന്ന് കാച്ചിയത്. അപ്പോൾ അതും വൻപയർ താളിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും മുട്ട പൊരിച്ചതും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. എനിക്കെന്തോ അച്ചാർ കൂട്ടാനായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഈ മോര് കാച്ചിയതിൻ്റെ കൂടെ നല്ല അടിപൊളി അച്ചാർ, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇന്നെന്തോ ഞാൻ അച്ചാർ എടുത്തില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉള്ള ലഞ്ച്, വളരെ സിമ്പിളായിട്ടുള്ള നാടൻ ചോറും കറിയും. മോര് കാച്ചിയതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മോര് കാച്ചിയതും നല്ല കൂടുതലായിട്ട് ചോറിലേക്ക് ഒഴിച്ചു. ചോറിലേക്ക് നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം ചോറിങ്ങനെ വാരി വാരി കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രൂട്ട്സ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മൾ റാസൽഖോർ, വർസാൻ്റെ ഓപ്പോസിറ്റുള്ള റാസൽഖോറിൽ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് ഐറ്റംസ് ചെറുതായിട്ട് ഒരു മിനി പർച്ചേസ് പോലെ ഒരു ചെറിയ കുറച്ച് ഐറ്റംസ് എടുക്കാൻ എനിക്ക് ചീസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ചീസ് ഫ്ലേവറിലുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചീസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്തോ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അത് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ആദ്യം കാണിച്ചല്ലോ ആ ഒരു ഇത് ഒരു ചീസ് പഫ് പോലത്തെ ഈ ഒരു ഐറ്റം ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരുപാടൊന്നുമില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു. പിന്നെ കുറച്ച് പേരയ്ക്ക, കുറച്ച് പിന്നെ ഫ്രൂട്ട് സെക്ഷനിലേക്ക് വന്നപ്പോൾ കുറച്ച് പേരയ്ക്ക അതിൻ്റെ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് കുറച്ച് പേരയ്ക്ക എടുത്തു. പിന്നെ എനിക്ക് എന്താ പറയുക, നമ്മുടെ കിവി അത്ര മെച്ചമായിട്ട് തോന്നിയില്ല. സെലക്ട് ചെയ്ത് വേറൊരു ബോക്സ്, ഇതിൽ എല്ലാം അത്ര നന്നായിട്ട് തോന്നിയില്ല, എങ്കിലും വേറെ ഒരു ബോക്സിൻ്റെ അകത്തുനിന്ന് സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് ഉള്ളതിൽ ഏറ്റവും നല്ലത് നോക്കി കുറച്ച് കിവി ഞാൻ എടുത്തു. ഈ ഓറഞ്ച് അടിപൊളിയാണ്, എന്താ പറയുക, എല്ലാം ഓഫറാണ്, നല്ല അടിപൊളി ഓഫറിലാണ് ഫ്രൂട്ട്സ് അവൈലബിൾ. പിന്നെ അതിന് ശേഷം കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോയും എടുത്തു. നല്ലതാണ്. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ നല്ല ചമ്മന്തി ഉണ്ടല്ലോ, നല്ല മുളക് ചമ്മന്തിയുടെ കൂടെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. പിന്നെ ഈ ഒരു ഗ്രേപ്സ് എന്ന് പറയുന്നത് അവരെന്തോ ഒരു സ്പെഷ്യൽ പേര് പറഞ്ഞു, ഒരു സ്പെഷ്യൽ ഗ്രേപ്സ് ആണ്. അപ്പോൾ അതെടുത്തു. പിന്നെ സാറയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് കുറച്ച് ചിക്കൻ പോപ്കോൺ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അതെടുത്തു. പിന്നെ ഈ കോൺ എന്നൊക്കെ പറയുന്നത് ഒരു ബോക്സ് കോണിന് എന്തോ നമ്മൾ കടകളിൽ നിന്ന് ഒരു 2 എണ്ണം എടുക്കുന്ന ആ റേറ്റിനാണ് എനിക്കൊരു 5-8 കോണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വണ്ടിയിലേക്ക് കയറി. അതിന് ശേഷം ഡിന്നർ ടൈം ആയപ്പോഴത്തേനും നമ്മൾ സിലിക്കൺ ഒയാസിസിൽ, അതായത് വർസാൻ്റെ തൊട്ടടുത്ത് തന്നെ സിലിക്കൺ ഒയാസിസിലെ വസന്തഭവൻ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി തമിഴ്നാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ കയറി. ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഒരു മസാല ദോശയാണ്. മസാല ദോശ എന്ന് പറയുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എൻ്റെ വീഡിയോ കാണുന്നവർ മസാല ദോശ കണ്ട് ബോറടിച്ച്
ചിട്ടുണ്ടാവാം. കാര്യം എന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളിലും രാവിലെ മസാല ദോശ, ഡിന്നറിന് മസാല ദോശ, അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ഭയങ്കര ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം എന്നും കഴിക്കുന്ന മസാല ദോശയല്ല, ഇത് വേറെയാണ്. ഇത് വസന്ത ഭവനിലെ മസാല ദോശയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ മസാല ദോശയാണ്. അപ്പോൾ അതാ സാമ്പാറും അതുപോലെ തന്നെ എന്താ പറയുക, മറ്റേത് ടൊമാറ്റോ ചട്നി, ഇതെന്ന് പറയുന്നത് വൈറ്റ് കളർ കൊക്കനട്ട് ചട്നി. അപ്പുറത്ത് എനിക്കൊന്ന് കറിവേപ്പില ചട്നി എന്നൊക്കെ പറയുന്നു, കറിവേപ്പിലയൊക്കെ അരച്ചിട്ട്, എന്നാൽ മല്ലിയില പുതിനയില അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുള്ള കറിവേപ്പില ചട്നി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണേലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ സാമ്പാർ എന്ന് പറയുന്നത്, വസന്തഭവനിലെ സാമ്പാർ എന്ന് പറയുന്നത് അടിപൊളിയാണ്, സൂപ്പർ സാമ്പാറാണ്, ഒരു സ്റ്റാൻഡേർഡ് സാമ്പാറാണ്. പിന്നെ സാറായ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തത് മിനി ടിഫിനായിരുന്നു. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നത് പൊങ്കലുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ റവ വെച്ചിട്ടുള്ള കേസരി ഉണ്ടായിരുന്നു, മിനി ഇഡ്ഡലീസ് ഉണ്ടായിരുന്നു, ഒരു മിനി മസാല ദോശ ഉണ്ടായിരുന്നു, പിന്നെ 2 ടൈപ്പ് ചട്നി, ഒരു വടയും, അങ്ങനെ. അപ്പം മിനി ടിഫിൻ സാറാക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ അതിലത്തെ എല്ലാം കഴിക്കാനൊന്നുമല്ല. അപ്പോൾ സാറയ്ക്ക് മസാല ദോശ മിനി ടിഫിനിൽ ഉഴുന്നുവട വേണ്ടാന്ന് പറഞ്ഞു. അതിതാ ഞാൻ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ അതിൽ പലതും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കഴിക്കാത്ത ഐറ്റംസ് വേസ്റ്റ് ആക്കാതെ നമ്മൾ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിക്കുന്ന അത്രയും കഴിക്കട്ടെ. അവൾക്ക് ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ആയിട്ട് ആ മിനി, കുട്ടികൾക്ക് കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും, ആ ഒരു മിനി ഇഡ്ഡലി ഉണ്ടല്ലോ, മിനി ഇഡ്ഡലി സാമ്പാറിൽ ഡിപ്പ് ചെയ്തിട്ട് മോള് നന്നായിട്ട് കഴിച്ചു. പിന്നെ അവൾക്ക് മോൾക്ക് കേസരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാ ഞാനിതാ കുറച്ച് സാറ പൊങ്കലും കാര്യങ്ങളെല്ലാം ബാക്കി വെച്ച്, അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കാൻ തോന്നാതെ ഞാൻ അവളുടെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് പൊങ്കലെടുത്തിട്ട് ആ ടൊമാറ്റോ ചട്നിയും കൂടെ ചേർത്തിട്ട് ആ പൊങ്കലൊന്ന് കഴിച്ച് നോക്കുകയാണ്. കുഴപ്പമില്ലായിരുന്നു. ഞാൻ അത്ര വലിയ പൊങ്കൽ ലവർ അല്ല എങ്കിലും സാറ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് കഴിച്ച് നോക്കിയതാണ്. അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ടൊമാറ്റോ ചട്നി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടേസ്റ്റിൽ നമ്മുടെ പൊങ്കലും ഓട്ടോമാറ്റിക്കലി കുറച്ച് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇതാ വസന്ത ഭവനിലെ ചായ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ അതാ നല്ല അടിച്ച ഒരു ചായ. എനിക്ക് പാല് ഞാൻ ഒഴിവാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വസന്ത ഭവനിൽ പോയപ്പോൾ എന്തോ ഒരു ചായ കുടിക്കാനായിട്ട് ഒരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഒരു ചായ കുടിച്ചില്ല, കാരണം കഫക്കെട്ടും ജലദോഷവും കാരണം ഒരു ചായ കുടിച്ചില്ല. സാറായും ഞാനും കൂടെ, സാറായ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ അത് വെറുതെ ഓർഡർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനും സാറായും കൂടെ ഹാഫ് ചായ കുടിച്ചു. അതിന് ശേഷം അതാ ലാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, എന്തോ മൈസൂർ മസാല ദോശ അങ്ങനെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ അതാ എനിക്കൊരു പൂരി സെറ്റും കൂടെ കഴിക്കാൻ തോന്നി. അപ്പോൾ ഒരു 3 പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഭാജിയുമാണ് ഉണ്ടായിരുന്നത്. ഈ പൊട്ടറ്റോ ഭാജി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. അവരുടെ മസാല ദോശയിലെ ആ പൊട്ടറ്റോ മിക്സ് തന്നെയാണ് ഈ ഒരു പൊട്ടറ്റോ ഭാജി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി, ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, എണ്ണയൊന്നും ഒട്ടും കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പൂരിയായിരുന്നു. അപ്പം വസന്ത ഭവനിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ. എനിക്കിപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയയിൽ പർച്ചേസും കാര്യങ്ങളായിട്ട് ഇറങ്ങുന്ന ദിവസം നമുക്ക് വസന്ത ഭവനാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വസന്ത ഭവനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേറെ പ്രത്യേകിച്ച് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ലുലുവിലും കാര്യങ്ങളിലൊക്കെ കയറി. പിന്നെ വാട്ട 8ൻ്റെ ഡേ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നലത്തെ വാട്ട 8ൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വസന്ത ഭവനിലെ സ്പെഷ്യൽ ഡിന്നർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. സാറാക്ക് സ്കൂളിൽ നാഷണൽ ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ലുലുവിലേക്ക് പോയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും വീട്ടിലെത്തിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഗ്രേപ്സ്, ഒരു സ്പെഷ്യൽ ഗ്രേപ്സാണ്, ആ ഗ്രേപ്സും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് അടിക്കൽ പരിപാടി.